ഇവർ വിവാഹിതരായാൽ സീരിയലിലെ പുതിയ ഭാഗത്തെ ജോലി കഴിഞ്ഞ് ഭൂമി പോകാൻ തുടങ്ങുമ്പോൾ സ്കൂട്ടി ഓണാവുന്നില്ല. അപ്പോഴായിരിക്കും അജയ് വരുന്നത്. ഹലോ, എന്തു പറ്റി? 11 അപ്പൊ ഭൂമി അറിയും, സാറിന്റെ ഒക്കെ അക്ഷയപാത്രത്തിലേക്കാണല്ലോ ജനിച്ചു വീഴല്ലേ. ഞങ്ങളൊക്കെ ദാരിദ്ര്യത്തിലാ. എങ്ങനെ കൂട്ടിയിട്ടും എന്റെ മാത്സ് അങ്ങ് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ 11 മണി വരെ തുറന്നിരിക്കും ഇവിടെ. അങ്ങനെ അജയ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ, അതെ, എന്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ല, ലാസ്റ്റ് ബസ്സും പോയി. അപ്പൊ തന്നെ അജയ് പറയും, വാ കയറിക്കോ, ഞാൻ ഉണ്ടാക്കാം. താങ്ക്സ് എന്ന് പറഞ്ഞ് ഭൂമി ആ ബുള്ളറ്റിൽ കയറാണ്. അജയ് പറയും, വീട്ടിലേക്കുള്ള വഴി പറയണം. അപ്പൊ ഭൂമി അറിയും, എന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് വിട്ടാൽ മതി. ഭൂമി അറിയും, സാറിന്റെ എല്ലാ ധാരണകളും പൊളിച്ചടക്കിയിരിക്കുക. ഞാൻ കരുതിയത് മനുഷ്യത്വം ഇല്ലാത്ത അഹങ്കാരി, ചൊറിയൻ എന്നൊക്കെയായിരുന്നു. സാറിന്റെ മനസ്സിലൊരു പിഞ്ച് ഹൃദയമുണ്ട്, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയം. അപ്പൊ അജയ് വണ്ടി നിർത്തും. ഇറങ്ങ്. ഭൂമി ആകെ ഞെട്ടിപ്പോകും. അങ്ങനെ ഇറങ്ങാൻ പറയുമ്പോ ഇറങ്ങി കൊടുക്കൂട്ടോ. എന്നിട്ട് പറയും, എന്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞു, അധികം ഓവർ സ്മാർട്ട് ആവണ്ട, നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അജയ് അവിടുന്ന് പോകും. ഷോ, എന്ത് പണി കാണിച്ചത് എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിൽക്കുമ്പോണ്ടാവും അജയ് വണ്ടി തിരിച്ചു വരുന്നത്. അതും ദൂരെ പോയി യൂട്ടേൺ ഒക്കെ എടുത്തിട്ടാ വരുന്നത് കേട്ടോ. കേറ്. ഭൂമി മൈൻഡ് ചെയ്യാതെക്കുമ്പോ, കേറാനല്ലേ പറഞ്ഞേ. ഭൂമി ചാടി കയറും. അജയ് പറയും, ഞാൻ പരിശുദ്ധരായതുകൊണ്ടൊന്നുമല്ല നിന്നോട് കയറാൻ പറഞ്ഞത്, ഇറ്റ്സ് എ ഡ്യൂട്ടി, ഐ എം എ പോലീസ് ഓഫീസർ. അങ്ങനെ ഇവർ വീണ്ടും വണ്ടിയിൽ കയറി പോവാട്ടോ. ഈ സമയം അഞ്ജന ഒരു സ്ഥലത്ത് ഒരു കടയിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ നിൽപ്പുണ്ട്. അങ്ങനെ ഇവർ ബൈക്കിൽ പോകുന്ന സമയത്ത് അജയ് പറയും, അതെ, എന്റെ ഷർട്ടിനുള്ളിൽ എന്ത് ജീവി കയറിയതുപോലെ, ഒന്ന് നോക്കാമോ? ഭൂമി അറിയും, ആണോ? എന്നാലേ ഓവർ സ്മാർട്ട് ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സാറേ, ഒന്ന് നോക്കടോ. ഭൂമി അറിയും, താഴ്മയായിട്ട് പറയാം. അപ്പൊ അജയ് ശ്വാസം ഒന്ന് വിട്ടതിന് ശേഷം പറയും, പ്ലീസ് ഒന്ന് നോക്കടോ. അപ്പൊ ഭൂമി ഇങ്ങനെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് നോക്കുക. ഭൂമി ഇങ്ങനെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് നോക്കി ഇങ്ങനെ ഊതി കൊടുക്കാട്ടോ കഴുത്തിന്റെ ഭാഗത്ത്. അപ്പോഴായിരിക്കും ഈ ഒരു കാഴ്ച അഞ്ജന കാണുന്നത്. അഞ്ജന നോക്കുമ്പോ എന്താ കിസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നു. അത് കാണുന്നത് അഞ്ജനക്ക് ദേഷ്യം ഇരട്ടിയാവാണ്. പിന്നീട് കാണിക്കുന്നത് അംബിക ഇങ്ങനെ ഭൂമി വരാൻ ലൈറ്റ് ആവുന്നത് കൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കാം. അച്യുതനും പറയും, എന്താ മോള് വൈകുന്നത്? വിളിച്ചില്ലേ നീ? വിളിച്ചു, കടയില് നല്ല തിരക്കാ, ക്ലോസ് ചെയ്യാൻ ലേറ്റ് ആവുന്നാ പറഞ്ഞേ. ഭയാണ്, എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഉണ്ടാവും ഒരു വണ്ടിയുടെ ഓൺ അടിക്കുന്ന ശബ്ദം. അജയുടെ കൂടെ വരുന്ന കാണുമ്പോ എല്ലാരും ഞെട്ടും. അയ്യോ, ഇതാരും സി ഐ സാറോ? ഭൂമി അറിയും, കയറിയിട്ട് പോവാം സാറേ, പിന്നീടാവാം, വീട്ടിൽ ചെന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് വിഷമാവും. അംബിക പറയും, മുത്തശ്ശിയുടെ കാര്യം മോൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഭൂമിയുടെ അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണല്ലേ? ഭൂമി അറിയും, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ നാടകം കണ്ട് വീണതാ അച്ഛൻ. അജയ് പറയും, ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, നാടകം പൂർണ്ണമായിട്ട് നിർത്തിയോ? അംബിക പറയും, സത്യം പറഞ്ഞ അമ്മ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം അച്ഛൻ വീണ ആ ഒരു സീൻ അഭിനയിച്ച് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയം എല്ലാരും ചിരിക്കും. ശേഷം അച്യുതൻ ചോദിക്കും, അല്ല സാറേ, ഒരു നോട്ടീസ് വെച്ചിരുന്നല്ലോ അമ്മയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരെ ഉടനെ കിട്ടും, അതിന്റെ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ അജയ് പോവും. എന്ന് അച്യുതന് നല്ല ഭയമുണ്ട്. അങ്ങനെ ഭൂമി അകത്ത് കയറാൻ തുടങ്ങുമ്പോ അച്യുതൻ പറയും, മോളെ, നാളെ മറ്റന്നാളോ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകണം. ഭൂമി അറിയും, അച്ഛനും തുടങ്ങിയല്ലോ നാടും നൊസ്റ്റാൾജിയും, ഉടനെ പോരാനൊന്നും കഴിയില്ല. അച്ഛന് നല്ല ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണിക്കണം, അൾസറിന് ചികിത്സിക്കണം, അതിന് ക്യാഷ് വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. അമ്മേ, വിശക്കുന്നു, വാ. അച്ഛനും കൈയും കിട്ടി ഇങ്ങനെ ആലോചനയിലാ. അംബിക പറയും, ഒന്നും ആലോചിക്കണ്ട, സാവകാശം നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് അംബിക അവിടുന്ന് പോകും. ശേഷം കാണിക്കുന്നത് അഞ്ജന മുറ്റത്ത് തന്നെ വെയിറ്റ് ചെയ്യാണ്. അജയ് വന്ന് കയറുമ്പോ തന്നെ ചോദിക്കും, നീ എവിടെയായിരുന്നു? അജയ് പറയും, എന്റെ യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടല്ലോ, നീ ഒരു പെണ്ണിനെ പുറകിലിരുത്തി ബൈക്കിൽ ഇറങ്ങുന്നത്. അജയ് ഇങ്ങനെ ചിരിക്കും, ഓ അതെന്റെ ഫ്രണ്ടാ. അഞ്ജന പറയും, അതാ ചായക്കടക്കാരി ഭൂമിയല്ലേ? പിന്നെ എന്തിനാ ചോദിച്ചത്? അഞ്ജന പറയും, അവള് നിന്നെ കെട്ടിപ്പിടിച്ചാണല്ലോ ഇരുന്നത്. ആണോ? അഞ്ജന പറയും, ഞാൻ കണ്ടതാ. അല്ല, ആ സമയത്ത് നീ എവിടെയായിരുന്നു? എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ. അജയ്ക്കും, എന്തിന്? അതും ആ സമയത്ത് എന്തിന്? അഞ്ജന പറയും, അതെന്റെ സ്വാതന്ത്ര്യം. അജയ് പറയും, ആണോ? എന്നാ ഭൂമിയെ കൊണ്ടുവന്നത് എന്റെ സ്വാതന്ത്ര്യം മാത്രമല്ല, ദാറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. അവള് നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് യാത്ര ചെയ്തല്ലോ, അതും പാർട്ട് ഓഫ് ജോബാണോ? അജയ് പറയും, അവളെന്നെ ഉമ്മ വെച്ചെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാലും ഞാനിത് തുടരും, ഞാനിത് സമ്മതിക്കാൻ പോകുന്നില്ല. അജയ് പറയും, വേണ്ട, അവളോടൊപ്പമല്ല, എത്ര സ്ത്രീകളോടൊപ്പവും ഞാൻ ചുറ്റിയടിക്കും, എന്നെ വേണമെങ്കിൽ നീ കെട്ടിയാൽ മതി. അഞ്ജന പറയും, ഈ വിവാഹത്തിന് ചാടാൻ വേണ്ടി നീ വെറുതെ പറയുന്ന എനിക്കറിയാം, നീ എന്ത് ചെയ്താലും പറഞ്ഞാലും വിടില്ല. വിവാഹത്തിന് ശേഷം എല്ലാ സെൻസും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അജയ് പറയും, ഏത് സെൻസാ പഠിപ്പിക്കുന്നത് വെച്ചാൽ അതിന്റെ ബുക്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചേക്കാം. പിന്നെ നീ പറഞ്ഞില്ലേ ഭൂമിയുടെ കാര്യം, ഷീസ് ഓണസ്റ്റ്, സെൽഫ് റെസ്പെക്റ്റീവ്, ഇന്റലിജന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഏതൊരു പുരുഷനും അവളെ ഇഷ്ടപ്പെട്ടു പോവും. അഞ്ജന അങ്ങ് ഷോക്കാവും. എന്നുവെച്ചാ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്നാണോ? അജയ് പറയും, അതെ, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, ഞങ്ങള് മെയ്ഡ് ഓഫ് ഈച്ച് അതർ. ആർ യു സീരിയസ്? അജയ് പറയും, യെസ്, ഐ ആം സീരിയസ്. പിന്നെ നീ ഇത് മുത്തശ്ശിയോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തു, അവൾ അക്സെപ്റ്റ് ചെയ്തു. ഐ ലവ് യു ഭൂമി, ഐ ലവ് യു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അജയ് അവിടുന്ന് പോകും. അഞ്ജനയ്ക്ക് കലി കയറുക. ശേഷം അച്യുതൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ. അംബിക വന്നിട്ട് ചോദിക്കും, എന്തു പറ്റി? അല്ല,
ആ അമ്മയും കുഞ്ഞിനെയും കണ്ടുപിടിക്കാറായി എന്നല്ലേ സി ഐ സാറ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ പേടിക്കണ്ടെന്നേ. അച്യുതൻ പറയും, അല്ല മോളെ കൂട്ടി സി ഐ സാർ ഇവിടെ വന്നത് പോലീസ് ബുദ്ധിയായിരിക്കുമോ? എനിക്കൊരു സംശയം. അംബിക പറയും, മോൾ അച്ഛൻ്റെ അടുത്തേക്ക് എത്താറായിന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? ആരാ അച്ഛൻ? അച്യുതൻ പറയും, അത് പറയാറായിട്ടില്ല. അച്ഛനാണെന്ന് കരുതുന്ന അയാളുമായിട്ടൊന്ന് സംസാരിക്കണം. അംബികയ്ക്കും എന്നിട്ടെന്താ? വേണമെന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കില്ല. ആരും വരാത്ത ദൂരത്തേക്ക് എൻ്റെ മോളെ കൂട്ടി ഞാൻ പോകും. അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ ഭൂമി അങ്ങോട്ട് വരും. ആഹാ, രണ്ടാളും ഇവിടെ സംസാരിച്ചിരിക്കണോ? എന്താ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ? ഭൂമി വരും, കള്ളം പറയുമ്പോഴേ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയണം, അല്ലെങ്കിൽ കള്ളത്തിന് വരെ നാണക്കേടാണ്. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ഗൂഢാലോചന, ഞാനറിയാത്ത എന്തോ ഒരു രഹസ്യം നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ രഹസ്യം ഞാൻ അറിഞ്ഞാലേ അതോടെ തീരും നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇത് കേൾക്കുമ്പോൾ അച്യുതനും അംബികയും ഞെട്ടിപ്പോവും. അങ്ങനെ അവർ അന്തം വിട്ട് നിൽക്കാട്ടോ. ഭൂമി അകത്തേക്ക് പോവും. ഇവര് വരാതെക്കുമ്പോ, അതെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് രഹസ്യം വേണമെങ്കിലും സൂക്ഷിച്ചോ, അതെന്തായാലും എന്റെ നല്ലതിനായിരിക്കും എന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുന്നേ, വാ. അച്യുതന് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ വിഷമിച്ച് ഒരു പേടിയോട് കൂടിയാണ് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. അവിടെ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ കാർഡ് നോക്കിക്കൊണ്ടിരിക്കുക. ഭവാനി അവിടെ ഉണ്ട് കേട്ടോ. നീ എന്താ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ടൊന്ന് നോക്ക്. ഭവാനി പറയും, അമ്മ പറയുന്നതിന് അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. നിന്റെ മോളുടെ എൻഗേജ്മെന്റാ, നീ നോക്കണം. മാധവ, ആ ഞാൻ നോക്കിയമ്മേ. അതല്ല മാധവ, ഏത് കാർഡാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെതായ ഒരു അടയാളം വേണം. അതെന്താ? മുത്തശ്ശിക്കും അതെന്താന്നോ? 10-28 വർഷമായില്ലേ നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, അതെന്താണെന്ന് അറിയില്ല. ഭവാനി പറഞ്ഞു കൊടുക്ക്. ഭവാനി പറയും, അഞ്ജനയ്ക്കും അനുപമയ്ക്കും കുടുംബപരമായി കൊടുത്തൊരു മാല, അതിലെ ലോക്കറ്റാ ഈ കുടുംബത്തിന്റെ അടയാളം. മുത്തശ്ശി പറയും, അത് തന്നെ. ഇപ്പം മനസ്സിലായോ മാധവനെ? മാധവൻ പറയും, ആ മനസ്സിലായമ്മേ. സംഗീത അറിയും, ഈ കാർഡ് നോക്കിക്കമ്മേ. അപ്പൊ തന്നെ ഭവാനിയെ മുത്തശ്ശി വിളിക്കുമ്പോ അമ്മയ്ക്ക് ഇഷ്ടായോ? ഹോ എന്റെ കൊച്ചേ, നീ ഡയലോഗ് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. എപ്പ പറഞ്ഞാലും ഇത് തന്നെ, ഒന്ന് വന്ന് നോക്ക്. അല്ല ഈ കാർഡല്ലാതെ വേറെ ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തൂടെ? മാധവൻ പറയും, അമ്മയ്ക്ക് ഇഷ്ടാണെ അങ്ങനെ ചെയ്യാം. അങ്ങനെ അവരങ്ങനെ തീരുമാനിക്കണേ. അജയ് എങ്ങോട്ട് പോകാനെ ഇറങ്ങുമ്പോ അഞ്ജന അജയ്ന്ന് വിളിച്ചു വരും. നീ എവിടെ പോകുന്നു? എന്റെ മൂവിങ് രജിസ്റ്റർ നിന്റെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. അങ്ങനെ അഞ്ജന അജയുടെ പിന്നാലെ നടന്ന് വെറുപ്പിക്കുമ്പോ അജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കല്യാണം കഴിയട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട്. അജയ് പറയും, ആദ്യം കഴിയട്ടെ എന്നിട്ടല്ലേ. നീ ഇന്നലെ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? അജയ്ക്കും, ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്? നീ ആ ചായക്കടക്കാരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ആ അതെ, ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ലേ? അഞ്ജന പറയും, ഇല്ല. അജയ് പറയും, ഓ തെളിവ് വേണോ? അഞ്ജന, ലൈഫ് ഒന്നേ ഉള്ളൂ, അത് പരമാവധി എൻജോയ് ചെയ്യണം. അഞ്ജന പറയും, അവളെ ഞാൻ കൊന്നിരിക്കും. എങ്കിൽ ഞാൻ വേറൊരാളെ പ്രപ്പോസ് ചെയ്യും. അഞ്ജനയ്ക്കും, നീ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കില്ലേ? അജയ് പറയും, ഒരിക്കലില്ല. നീ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല? അജയ് പറയും, ഇല്ല. ശരി, ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്യില്ല. പിരിയാം. ഒരിക്കലും നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കില്ല. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോ, താങ്ക്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ അജയ് ഭയങ്കര സന്തോഷത്തില് കൈ പിടിക്കും. അവിടെ എൻഗേജ്മെന്റ് ചർച്ച നടക്കല്ലേ, ഞാൻ പോയി പറയട്ടെ വിവാഹം വേണ്ട? അജയ് പറയും, അങ്ങനെ അഞ്ജന അതിനായിട്ട് അങ്ങോട്ട് പോവാ. അജയ് വൻ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. പിന്നാലെ അജയും പോകുന്നുണ്ട്. ഈ സമയത്തായിരിക്കും മുത്തശ്ശി അഞ്ജന എവിടെയെന്ന് ചോദിക്കുന്നത്. അപ്പോഴാ ഇവരുടെ എൻട്രി. ഇതാമ്മ, അവര് വരുന്നുണ്ട്. എന്ത് നല്ല ജോഡിയാ. അവര് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുക എല്ലാരും. അങ്ങനെ അജയും അവിടെ വന്നിരിക്കും. അജയ്, നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള കാർഡാ ഇവിടെ നോക്കുന്നത്. ഇൻവിറ്റേഷൻ കാർഡിലെ എന്തെങ്കിലും പ്രത്യേക ഡിസൈൻ ഉണ്ടോ നിന്റെ മനസ്സിൽ? അജയ് പറയും, അഞ്ജനയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. അവള് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. മുത്തശ്ശിക്കും, എന്താ അഞ്ജന നിങ്ങൾക്ക് പറയാനുള്ളത്? എൻഗേജ്മെന്റിനെ കുറിച്ചാ. എന്റെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം. അത് ചിലപ്പോൾ എല്ലാവർക്കും സങ്കടമാവുമെന്ന് എനിക്കറിയാം. ഭവാനി ആദ്യം ഞെട്ടിപ്പോണ്ട്. ഈ നിശ്ചയം അവരെല്ലാരും ടെൻഷനില്ല. ഒന്ന് വേഗം പറ അഞ്ജന എന്ന് അജയ് പറയും. മുത്തശ്ശിയും നിർബന്ധിക്കും. എന്താ എന്ന് ഭവാനി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അഞ്ജന പറയും, ഈ നിശ്ചയത്തിന് ഞാൻ സാരി ഉടുക്കില്ല. നിങ്ങൾ എല്ലാരും അത് സമ്മതിക്കണം. ഇത് കേൾക്കുമ്പോ എല്ലാരും ആശ്വാസമാവും. അജയ് ഞെട്ടിപ്പോ. എന്റെ ദൈവങ്ങൾ, ഇതായിരുന്നോ കാര്യം? അജയ പറഞ്ഞത് സാരി എടുക്കണമെന്ന്. അജയുടെ അമ്മ പറയും, അജയ് അധികാരം ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ? മുത്തശ്ശി പറയും, അജയുടെ ആഗ്രഹം പോലെ തന്നെ നീ നടക്കണം. സാരി വേണമെങ്കിൽ സാരി തന്നെ. അജയ്, മുത്തശ്ശി ഞാൻ സമ്മതിച്ചെന്റെ കുഞ്ഞെ. അജയ് പറയും, അതല്ല നാണിക്കണ്ട അജയ്, ഇങ് വന്നേ എന്ന് പറഞ്ഞ് അഞ്ജന കൈ പിടിച്ചുകൊണ്ട് പോവാണ്. അജയുടെ പുറത്തു പോയി നിന്നിട്ട് ഇവർ സംസാരിക്കുകയാണ്. മറ്റവരെല്ലാവരും നാണത്തോടെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണെന്ന് കരുതിയിരിക്കുന്നത്. അങ്ങനെ അഞ്ജന പറയും, നീ എന്താണ് എന്നെ കുറിച്ച് കരുതിയത്? ഡൽഹിയിലെ എല്ലാ തരികിടയും കളിച്ച് ജീവിച്ചോളാം ഞാൻ. നിന്നെ കുറ്റിയടിച്ചതിൽ കിട്ടും. ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ നീ കറങ്ങൂ. അജയ്ക്ക് ഒന്നും പറയാനില്ല. വല്ലാത്തൊരു ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യനാഥ് മകളുടെ പഴയ ചിത്രം ഇങ്ങനെ ഫോട്ടോ നോക്കി നിൽക്കുക. അപ്പോഴാണ് സത്യനാഥിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് അച്യുതം വരുന്നത്. വീട് ഇത് തന്നെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് പതിയെ വീട്ടിലേക്ക് കയറാം. സത്യനാഥ് മദ്യപിക്കുന്നുണ്ട്. അപ്പോഴാണ് അച്യുതം വരുന്നത്. ഇവര് പരസ്പരം കാണുന്നുണ്ട്. അച്യുതം ഇങ്ങനെ അവരെ നോക്കി ചിരിക്കുന്നത്. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്.